ഇന്ന് പൂർത്തീകരിച്ച് അതിനകത്ത് വഖഫിൻ്റെ തന്നെ വ്യത്യസ്ത ചുമതലകൾ നിർവഹിക്കപ്പെടേണ്ട വഖഫിൻ നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റിമോട്ടിൽ സ്വിച്ച് അമർത്തിക്കൊണ്ട് ഈ ഡിവിഷണൽ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. യെസ്. ഉദ്ഘാടന പ്രഭാഷണത്തിനായി റീജിയണൽ ഓഫീസുകൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് കെട്ടിടത്തിൻ്റെ കാര്യം ഗൗരവമായി പരിശോധന നിൽക്കുകയാണ്. അതോ അതിവേഗതയിൽ തന്നെ തീരുമാനിക്കാൻ കഴിയുമെന്ന നില ഉണ്ട് എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. നമ്മുടെ രാജ്യം ഏറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ് വഖഫുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ അരങ്ങേറുന്നത്. കുറച്ച് നാളുകളായി ആ കാര്യം നാം എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കങ്ങൾ ത്വരിതഗതിയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് വഖഫ് ഭേദഗതി നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പിന്നീട് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിശോധനയ്ക്ക് ബിൽ വിടുകയായിരുന്നു. സമിതിയുടെ ചെയർമാൻ അതിലെ 10 പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്താണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്ന് വരുത്തിയത്. ബില്ലിൻ്റെ 44 വ്യവസ്ഥയിലും പ്രതിപക്ഷം ഭേദഗതികൾ അവതരിപ്പിച്ചു. 500-ലധികം നിർദ്ദേശങ്ങളും സമർപ്പിച്ചു. പക്ഷേ അവയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് JPC റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് വഖഫ് സ്വത്തുക്കളോടുള്ള സമീപനം. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് കേരളത്തിൽ നാം ഇടപെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് വ്യാജ പ്രചരണങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായി മുത്തലാഖ് നിയമം പാസ്സാക്കപ്പെട്ടു. പൗരത്വ നിയമം ഭേദഗതി കൊണ്ടുവന്നു. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ നിന്നും എന്തൊക്കെയോ കവർന്നെടുക്കുന്ന തരത്തിലുള്ള പ്രതീതി നിർമ്മാണം നടത്താനാണ് ശ്രമം. അതിൻ്റെ ഭാഗമായ ചില നീക്കങ്ങൾ കേരളത്തിലുമുണ്ടായി. അതിൻ്റെ ചുവടുപിടിച്ച് മുതലെടുപ്പ് ശ്രമങ്ങളുമായി ചില വർഗീയ ചിന്താഗതിക്കാർ മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ അതിനെയെല്ലാം ചെറുക്കുന്നതിനുള്ള കൃത്യമായ നടപടികളാണ് നാം സ്വീകരിച്ചത്. വഖഫിൻ്റെ പേരിൽ ജനങ്ങളെ കുടിയിറക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അതിവിടെ വലിയ തോതിൽ ഉണ്ടായി. എന്നാൽ
സർക്കാർ അത്തരത്തിൽ ആരെയും കുടിയിറക്കില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിച്ച ഒരവകാശവും കവർന്നെടുക്കില്ല എന്നതും ഉറപ്പു നൽകിയിട്ടുണ്ട്. അതൊരിക്കൽ കൂടി ആവർത്തിക്കുക. അതോടൊപ്പം അവരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുമെന്ന് ഉള്ള ഉറപ്പുകൂടി നൽകുകയാണ്. ഉറപ്പാക്കാനുള്ള പദ്ധതികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന മൗലാന ആസാദ് ഫെലോഷിപ്പിനായുള്ള തുകയിൽ 3 കോടിയോളം രൂപയുടെ വെട്ടിക്കുറവാണ് വരുത്തിയത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരീക്ഷാ പരിശീലനം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ തുകയിൽ 65% വെട്ടിക്കുറവ് വരുത്തി. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിന് നൽകി വരുന്ന ധനസഹായത്തിൽ 50% വെട്ടിക്കുറച്ചു. മദ്രസ വിദ്യാഭ്യാസത്തിനും അനുബന്ധ സംവിധാനങ്ങൾക്ക് നൽകി വന്നിരുന്ന തുകയുടെ 99.5% കുറവ് വരുത്തിയിരിക്കുകയാണ്. പിന്നെ ബാക്കി എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ ഉന്നമനം സാധ്യമാക്കുക എന്ന നയമാണ് കേരളത്തിൽ നാം സ്വീകരിക്കുന്നത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടു. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് അവർ നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായി ഇത്തവണത്തെ കേരള ബജറ്റിൽ 106 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. മുൻ വർഷത്തേക്കാൾ 8 കോടി രൂപ അധികമാണ്. വിവിധ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് സ്കീമുകൾക്കായി 9 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പൊതുവിൽ രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് തങ്ങളുടെ ഭരണഘടനയെ മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ലഭ്യമാക്കുക എന്നതാണ്. അതാണ് പുരോഗമനപരമായ സമീപനം. അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുക. പക്ഷേ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ പ്രതിലോമകരമായ നീക്കങ്ങളാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. മതനിരപേക്ഷത, ഫെഡറൽ ഘടന, ഇവയ്ക്കെല്ലാം നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. അത്തരം നീക്കങ്ങളിലൂടെ നമ്മുടെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അർഹതപ്പെട്ട എല്ലാവർക്കും ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ലഭ്യമാക്കും. വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കും. അതോടൊപ്പം പ്രത്യേക ശ്രദ്ധ വേണ്ട വിഭാഗങ്ങൾക്കായുള്ള പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യും. നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തി സംസ്ഥാനത്ത് നടത്തുന്ന എല്ലാ ഇടപെടലുകളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഡിവിഷണൽ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. റെക്കോർഡ് വേഗത്തിൽ ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കിയ കോൺട്രാക്ടർ KT മുസ്തഫക്കുള്ള ഉപഹാരവും ബഹുമാന്യനായ മുഖ്യമന്ത്രി വിതരണം ചെയ്യുന്നു. താങ്ക് യു സർ. മുഖ്യഭാഷണത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അതേ അർത്ഥത്തിൽ ഞാനത് ആവർത്തിക്കുന്നു. അത്തരം അക്രമങ്ങൾ പലപ്പോഴും നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും വാർത്തകൾ പോലുമായി മാറാത്തൊരു കാലമാണ്. വഖഫ് നിയമവും വഖഫ് അവകാശവും
ഭരണഘടനാപരമാണ്. അതൊരു അപ്പീസ്മെന്റ് അല്ല, അതൊരു റൈറ്റാണ്. ആ റൈറ്റിനെ, അവകാശത്തെ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ അതിൽ പ്രയാസപ്പെടുന്നതും ദുഃഖിക്കുന്നതും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഭരണഘടനയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവർ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. അത് നമ്മുടെ കേരളമാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിന്റെ പോരാട്ടങ്ങളുടെ ഗ്യാരണ്ടി കാർഡിന്റെ പേരാണ് കേരളം. ആ നിലയിൽ വഖഫ് ബോർഡിന് പുതിയ കെട്ടിടം വരുമ്പോൾ ഭരണഘടനയെ ബേസ് ചെയ്തുകൊണ്ടുണ്ടായ വഖഫ് അവകാശങ്ങൾ പല നിലയിൽ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ എല്ലാ നിലയിലും പ്രതിരോധിക്കുന്ന നമ്മുടെ കേരളം, ആ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലാണ് ഇത്തരം കെട്ടിടം. അതിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. വഖഫ് നിയമപ്രകാരമുള്ള ബോർഡ് തീരുമാനങ്ങളുടെ അപ്പീൽ അതോറിറ്റിയായ സംസ്ഥാന